ഹായ് ഗായ്സ്, നമ്മളിന്ന് വീണ്ടും നമ്മുടെ അമിക്കിൻ സർവൈവലാണ് നമ്മൾ കളിക്കാൻ പോണത്. ഓക്കെ ഗൈസ്, നമ്മുടെ പാലുകൾക്കൊക്കെ ഇപ്പം നല്ല വിശപ്പുണ്ട്. ഓ ഗൈസ്, നമ്മളെ ഫീഡറിൽ ഫുഡ് തീർന്നു ഗൈസ്. നമുക്ക് നേരെ നമ്മളെ മറ്റേ ബെറി ഗാർഡനിൽ പോയി ഫുഡ് എടുക്കാം. ഗൈസ്, നമ്മളിവിടെ ഫുള്ളായിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഫുഡ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ മറ്റേ നമ്മൾക്ക് ഒരു ഫാം ചെയ്യാനൊരു പാലുണ്ട് ഗൈസ്. അല്ല, പാലല്ല, അമിക്കിനുണ്ട്. ഇതാണ് ഒരാളാണ്. ഇതാണ് ഗൈസ്. ഇതിനോട് ബബ്ബുട എന്തോ ഒരു പേരുള്ള ഒരാളാണ് ഗൈസ്. അവൻ പോയി എല്ലാം ചെയ്തോളും. ഓക്കെ, ഇവിടെ നമ്മൾ ഫൈബർ ഗാർഡൻ ഉണ്ട് ഗൈസ്. നമ്മളിപ്പം നമ്മളത്തെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എന്താണ്ട് സ്ഥലത്തിൻ്റെ പേരെന്തിനാണ്, മറ്റേന്തൊരു എൽഡർ ഗ്ലോ മീഡോസ് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് ഗൈസ്. ഇവിടുത്തെ ഒരു ഇപ്പം കാണിച്ചു തരാം ഗൈസ്. ഇതാ ഗൈസ്, ഇവിടുത്തെ ഒരു സൂക്ഷിക്കണം. മറ്റേ മരം കൊണ്ട് ഇവിടെ കണ്ട ടിങ്കിൾ. പിന്നെ ഗൈസ്, എനിക്ക് നിങ്ങളുടെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. അതിന് എൻ്റെ ബേസിൽ എത്തിയിട്ട് പറയാം ഗൈസ്. നമ്മളെ പാലുകൾക്കൊക്കെ ലെവൽ കൂട്ടാൻ പറ്റുന്ന സാധനമാണ്. ഒക്കെ കുറച്ച് വുഡ് നമുക്ക് ആവശ്യമുണ്ട്. നമ്മളെ ബേസിന് അവിടെ ഒരു വുഡിൻ്റെ സെറ്റപ്പ് ഉണ്ട്. പക്ഷെ അതിൽ നിന്ന് നമുക്ക് വുഡൊക്കെ കിട്ടണമെങ്കിൽ നല്ല താമസിക്കും. അപ്പം നമുക്ക് ഇവിടെ നിന്ന് കുറേ വുഡ് എടുത്തുകൊണ്ട് പോകാം ഗൈസ്. ഓക്കെ, ഞാൻ പറഞ്ഞത് ഇതാണ് ഗൈസ്. ഈ പാലോണീസ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ, ഈ പാലം റിപ്പയർ ചെയ്ത് ഈ മാപ്പിലുള്ളതാ ഈ സ്ഥലത്തോട്ട് പോകണം ഗൈസ്. അവിടെ നിന്ന് നമ്മളെന്തോ മെറ്റൽ സ്ക്രാപ്പാണ് ഒരു സാധനങ്ങളൊക്കെ അവിടെ നിന്ന് പറക്കണം ഗൈസ്. അപ്പം ഇത് നമുക്ക് റിപ്പയർ ചെയ്യണം. ഞാൻ നേരത്തെ കുറച്ചൊക്കെ വുഡൊക്കെ എൻ്റെ അടുത്ത് കൊണ്ടിട്ടായിരുന്നു. 18 വുഡ് നമ്മൾ കൊണ്ടിട്ടിട്ടുണ്ട്. നമുക്കിനി 10 മറ്റേ പേരെന്തിനാണ് വുഡൻ ബ്ലാങ്ക് വേണം. പിന്നെ 10 സ്ക്രാപ്പ് പാർട്സ് വേണം. പിന്നെ സ്റ്റോൺ ബ്ലോക്ക് വേണം. വുഡൻ ലോഗ് ഇത് നമുക്ക് പെട്ടെന്ന് സെറ്റാക്കാം. ഇപ്പം എൻ്റെ കയ്യിൽ സ്ക്രാപ്പിൻ്റെത് ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പം മറ്റേ ഫർണസിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. ഇത് നോക്കാം. ഇത് എൻ്റെ കയ്യിലുണ്ട് ഗൈസ്. സ്റ്റോൺ ബ്ലോക്ക് ഇല്ല. സ്റ്റോൺ കട്ടർ എന്തോ വെച്ചാണ് ഗൈസ് ഉണ്ടാക്കുന്നത്. പക്ഷെ നമ്മളെ കയ്യിൽ സ്റ്റോൺ കട്ടർ ഇല്ല. ഓക്കെ, അയ്യോ ചേസ് ചെയ്തോണ്ട് അതിൻ്റെ മുമ്പ് നമ്മൾ സ്ഥലം വിട്ടീസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ എവിടെയെങ്കിലും ഉണ്ടാകുന്നതോ ഇല്ല ഗൈസ്. നമുക്ക് ഇങ്ങനെ മേയ്ക്കാനില്ല. എനിക്ക് തോന്നുന്നു നമുക്ക് ചിലപ്പോൾ ഇതിൽ കാണാൻ ചാൻസ് ഉണ്ട്. നമുക്കത് ഓപ്പണാ സ്റ്റോൺ കട്ടർ ഇതാണ് ഈ സംഭവം. നമ്മൾ 16 ലെവലാവണം. നമ്മളിപ്പോൾ 15 ആയേ ഉള്ളൂ. 16 പെട്ടെന്ന്. അപ്പം നമുക്ക് ചിലപ്പം ആ പാലം നമുക്ക് ചിലപ്പോൾ അടുത്ത എപ്പിസോഡിലായിരിക്കും ചെയ്യാൻ പറ്റുന്നത്. കേസ് ഞാൻ ഇവിടെ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മെറ്റൽ സ്ക്രാപ്പ്. ഇനി എത്ര മെറ്റൽ സ്ക്രാപ്പ് വേണം? 2 മെറ്റൽ സ്ക്രാപ്പ് തന്നെ മതി. നമുക്ക് ചെസ്റ്റിൻ്റെ അകത്ത് കൊണ്ടിടാം. ഗൈസ്, അടുത്ത് നമുക്ക് നമ്മുടെ മറ്റേ എന്തിനാണ് വുഡൻ ലോഗല്ല എന്താണ് നോക്കട്ടെ, വുഡൻ ബ്ലാങ്ക്. അപ്പം അതിന് 5 എണ്ണം കൂടെ മതി. 5 എണ്ണം. ഞാൻ വേറെ വുഡൻ സ്റ്റോറേജ് വെച്ച ഇത് സെറ്റപ്പ് സാധനമാണ്. നമ്മൾ ഈ സാധനം ഉണ്ടല്ലേ, ഇതിൽ നിന്ന് കിട്ടുന്ന വുഡ് ഓട്ടോമാറ്റിക്കലായിട്ട് ഈ സ്റ്റോറേജിൻ്റെ അകത്ത് വയ്ക്കോളും. പിന്നീട് നമ്മൾ ഇതുണ്ടല്ലോ വുഡൻ പ്ലാങ്ക്, ഇതിൽ നമുക്ക് ഇങ്ങനെ നോക്കിക്കോ. ഞാൻ ക്രാഫ്റ്റ് ചെയ്യായിട്ട് ഇവൻ വന്ന് സഹായിക്കും ഗൈസ്. പെട്ടെന്ന് തീർക്കാൻ വേണ്ടി ഇവനെയും കൂടെ വിളിക്കാം. വടേ. ഓക്കെ, അവ സഹായിക്കുന്നുണ്ട്. അനിമേഷൻ കാണിക്കാത്തതാണ്. ഓക്കെ, ഇതാണ് ഓട്ടോമാറ്റിക്കലായിട്ട് അതിൻ്റെ അകത്ത് വന്ന് ഇതാണ്ട
കണ്ടില്ലേ? അപ്പോൾ നമുക്കിനി ഇത് നിങ്ങൾ ടേക്ക് ചെയ്യണ്ട, വുഡൻ സ്റ്റോറേജ് ഒന്നും എടുത്താൽ മതി. ഓക്കെ, നമുക്കിനി അടുത്തെന്താണ്, നമുക്കിനി 16 ലെവലാവണം. എൻ്റെ ഫീഡറിൽ ഓക്കെ ഫുഡൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ അവിടെ വെച്ചൊരു കാര്യം പറഞ്ഞില്ലേ, നിങ്ങളടുത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇത് ഈ സാധനം ഒരു സെറ്റപ്പാണ്. ഇതല്ല, ഇത് ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളിലുള്ള അമിക്കിനൊക്കെ ദാണ്ട ഇവിടെ ഒരു ദാണ്ട നമ്മൾ ഹെൽത്തിൻ്റെതായ വാട്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റാർ ഉണ്ട്. 1 2 3 4 5 സ്റ്റാറിൻ്റെ ഇതുണ്ട്. അതിപ്പം ബ്ലാങ്ക് ആണ്. നമ്മൾ ഇപ്പം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പം എനിക്ക് കാണിച്ചു തരാനായിട്ട് എൻ്റെ ഇല്ല. ഇവൻ്റെ ഇത് കണ്ടില്ലേ, ഇവിടെ 5 സ്റ്റാറിൽ 1 സ്റ്റാർ വന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഇവ ഒരു അമിക്കിൻ, നമ്മളെ എന്തോ പേരുള്ളവരുടെ ഫയർ അമിക്കിനാണ് ഗൈസ്. ഇവൻ ഒരാൾ നമ്മൾ സെലക്ട് ചെയ്യണം ഗൈസ്. പിന്നീട് ഇവനെ പോലെ ഒരു ഇതിൽ താഴെ കാണിച്ചിട്ടുണ്ട് എത്ര പേര് വേണമെന്ന്. അതേപോലെ 3 ഫസ്റ്റത്തെ ലെവൽ നിങ്ങൾ കംപ്ലീറ്റ് ആക്കണമെങ്കിൽ ആദ്യം 3 പേര് വേണം. ഇവൻ തന്നെ സെയിം ആയിക്കണം ഗൈസ്, വേറെ ആവാൻ പാടില്ല. സെയിം ആവണമെന്നായി തോന്നണം. നമ്മൾ സെയിം ആയിക്കണം. എന്നിട്ട് അതിട്ട് താഴെ നമ്മൾ റാങ്ക് അപ്പ് എന്ന് കാണിക്കും ഗൈസ്, അതിലങ്ങ് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ സാധനം ഉണ്ട് ഗൈസ്, ഇത് നിങ്ങളതിൽ ഓരോ ദിവസം ഫ്രീ ആയിട്ട് 10 വെച്ച് കിട്ടും ഗൈസ്. അങ്ങനെ നിങ്ങൾ ഇത് കൊടുത്ത് അവനെ അപ്ഗ്രേഡ് ചെയ്യണം ഗൈസ്. എനിക്കിപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇത് കൊടുത്ത് നിങ്ങൾ അവരെ അപ്ഗ്രേഡ് ചെയ്യണം ഗൈസ്. അപ്പോൾ അവർക്ക് ഓരോ റാങ്ക് കൂടും. പിന്നീട് അവരുടെ കയ്യിലുള്ള അറ്റാക്ക് കൂടും, ഹെൽത്ത് കൂടും, അവരുടെ ലെവൽ കൂടും. അങ്ങനെ അവന്മാരിങ്ങനെ ഫുൾ സ്റ്റാർ ആവുമ്പം അവന്മാരിങ്ങനെ അപ്ഗ്രേഡായി. ഇപ്പോൾ അതാണ്ട് ഇവന്മാരൊക്കെ ഇപ്പോൾ ഒരു അതെവിടെ ഇവന്മാരൊക്കെ ഇപ്പം മറ്റേ വലുതായില്ലേ. ഇപ്പം ഇവരൊക്കെ കുട്ടികളാണ്. പിന്നീട് ഇവർ വലുതായി വലിയ സൈസാവും ഗൈസ്. പിന്നെ നമുക്കൊരു ഇപ്പോൾ ഏതോ അപ്ഡേറ്റൊക്കെ വന്ന് വേറെ ഒരു അമിക്കിൻ ഇറങ്ങി ഗൈസ്, ഒരു റെയർ അമിക്കിൻ. മറ്റേ നമ്മളെ പാൽവേടിലൊക്കെ ഉള്ളൊരു എന്തിനാണ് കുതിര പോലത്തെ മറ്റേ മാൻ കൊമ്പുള്ള മാനില്ലേ, അതേപോലെ ഏതൊരു അമിക്കിൻ. പുതിയ അപ്ഡേറ്റ് ആണോ പഴയ അപ്ഡേറ്റ് ആണോ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ വേറൊരുള്ള വീഡിയോ ഉണ്ടപ്പോൾ അതിൽ കണ്ടാണ് ഗൈസ്. ആ അമിക്കിൻ ഫുൾ അപ്ഗ്രേഡ് ചെയ്താൽ അതിങ്ങനെ വലുതാവും. പിന്നെ അതിൻ്റെ മണ്ടയിൽ നമുക്ക് പോകാനൊക്കെ പറ്റും. അതിൻ്റെ മണ്ടയിൽ നിന്ന് പോകാൻ പറ്റുമെന്തോ, പക്ഷെ അത് നല്ല വലുതാവും ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഓ ഗൈസ്, നമ്മൾ അങ്ങ് പണ്ടത്തെ ഒരു എപ്പിസോഡിൽ നമ്മൾ സ്കാവഞ്ചർ ബോ ഉണ്ടാക്കി ആയിരുന്നു ഗൈസ്. ഓക്കെ, അപ്പം നമുക്ക് അതിപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. അതിൻ്റെ ഹെൽത്ത് ഫുൾ തീർന്നു ഗൈസ്. അതുകൊണ്ട് ഞാൻ ഇപ്പം അത് എടുക്കണില്ല. ഇപ്പം നമ്മളതിൽ ഇപ്പം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ സ്കാവഞ്ചർ സ്റ്റാഫാണ്. അതിൻ്റെ അറ്റാക്ക് എന്നൊക്കെ പറയുമ്പോൾ 44 ഇത് 26. പക്ഷേ ഇതിൻ്റെ എന്തിനാണ് പാത്ത് ഫൈൻഡർ ബോ എന്ന് പറഞ്ഞ് വേറൊരു സാധനം ഇറങ്ങി ഗൈസ്. അതിൻ്റെത് 40 ഗൈസ്. അതേപോലെ തന്നെ അറ്റാക്ക് റേഞ്ച് 4. അറ്റാക്ക് റേഞ്ച് ഇത് 1.5. ഇത് എന്തെന്നില്ല പറഞ്ഞാൽ, പക്ഷേ ഇത് കുറച്ച് ടൈം എടുക്കും ഗൈസ് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ. ഇത് നമുക്ക് നമ്മളെ ഈ സ്കാവഞ്ചറിൻ്റെ ഫുൾ ഹെൽത്ത് തീരില്ല ഗൈസ്. ഇപ്പം നമുക്ക് എൻ്റെ പേരെന്താ പാറ്റമിൻ്റെ എന്തൊരു ബോ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ രാത്രി ആയിട്ടുണ്ട്. രാത്രി ആവാൻ പോകണമെന്നാണ് തോന്നുന്നത്. ഓക്കെ, അപ്പം നമുക്കിനി 16 ലെവലാവണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ലെവൽ കൂട്ടണം ആ സെറ്റപ്പ്, അതിൻ്റെ ഇത് നോക്കാം ഗൈസ്. മിയാങ്കിൾ, യെസ് ഇവൻ തന്നെ.
ഇവനെ ഞാൻ അപ്ഗ്രേഡ് ചെയ്ത് ഗൈസ്. ഇപ്പം ഇവൻ്റെ അറ്റാക്ക് എന്ന് വെച്ചാൽ 42 ഗൈസ്. ഓക്കെ, ഇവൻ്റെത് 39. ഇവനെ അപ്ഗ്രേഡ് ചെയ്തില്ല കാരണം എനിക്ക് ഇവനെ പോലെ വേറെ അമിക്കിനെ എനിക്ക് പിടിക്കാൻ പറ്റില്ല ഗൈസ്. അവനെ കണ്ടുപോലും ഇല്ല അങ്ങനത്തെ അമിക്കിൻ. ഓക്കെ, നമുക്ക് വുഡ് ആവശ്യമുണ്ട്, വുഡ് എടുക്കാം. ഓക്കെ, നമുക്കിനി ഇവൻ എൻ്റെ ഒരെണ്ണം ഉണ്ട് ഗൈസ്. നമ്മൾ മറ്റേ എംഫ്ലൂഫ അതിൻ്റെ ഒരു ഫീമെയിലാണ്. ഇതാണ് മെയിൽ. ഇവനൊക്കെ വേണ്ട, നമുക്കിനി മിയാവിന് മതി. ശരി, ഇവിടെ നമ്മളിവിടെ മിയാവിന് തപ്പി പോകുന്ന ഫുള്ള് ഗ്യാങ് ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, നമുക്കിനി സ്ക്രാപ്പ് ആവശ്യമുണ്ട്. നമ്മുടെ പാലത്തിൻ്റെ പണിക്ക് സ്ക്രാപ്പ് ആവശ്യമുണ്ട് ഗൈസ്. ഓക്കെ, ഇവിടെ ഫുള്ള് സ്ക്രാപ്പ് ഉണ്ട്. ഓക്കെ, നമ്മളിപ്പം 4 ആംബുലൻസ് ഉണ്ട് ഗൈസ്. ഇവിടെ സൗണ്ട് ഉണ്ടാക്കാതെ പോകണം, വേണ്ട സേഫല്ല. നമ്മളെ മിയാവിനെ കാണാൻ പോലും ഇല്ല ഗൈസ്. എവിടെ പോയാന്ന് തോന്നി. ഓക്കെ, കല്ല് സ്റ്റോൺ കട്ടർ വെച്ച് കല്ലൊക്കെ വെട്ടി. എന്താ എൻ്റെ പേര്? സ്റ്റോൺ ബ്ലോക്കാ. ആ സാധനം ഉണ്ടാക്കാനുള്ളതാണ്. ഓക്കെ, നമ്മൾ മിയാവിനെന്നാലും എവിടെയെന്തോ ഗൈസ്. ഓക്കെ, ഇവിടെ ഞാൻ എൻ്റെ ഒരു മിയാവിനെ കണ്ടായിരുന്നു. മറ്റേ ടിങ്കിൾ വന്ന് തന്നെ അടിച്ചായിരുന്നു. എൻ്റെ ഹെൽത്ത് പോയി. യെസ്, ഇവിടെ ഒരു മിയാവിനുണ്ട്. നമ്മളിലുള്ള മിയാവിനെ വിളിച്ച് ഇവനെ അറ്റാക്ക് ചെയ്യാൻ. ഓക്കെ, പിടിച്ചോ. ഓക്കെ, യെസ്, നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ടിങ്കിളും പിന്നെ മിയാവിനും കൂടെ നിൽക്കുന്നുണ്ട് ഗൈസ്. ഫൈറ്റ് സേഫാണെന്ന് വെച്ചാൽ അറിഞ്ഞൂടാ. അയ്യോ, മറ്റേ മിയാവിനടിക്കുന്ന സമയത്ത് ഇവന്മാർ ഇടയിൽ കയറി വരും ഗൈസ്. അതൊരു മെയിൻ പ്രശ്നമാണ്. നമ്മളെ മറ്റേ ഒരു ആംബുലൻസ് കിട്ടി ഫ്രീ ആയിട്ട്. നമുക്ക് ആ മിയാവിനെ അങ്ങ് വിട്ടേക്കാം. ഓക്കെ, നമുക്കിനി അടുത്ത് വേറെ ഏതെങ്കിലും മിയാവിനെ തപ്പുവാം. ഗൈസ്, എഗ് കിട്ടിയ നമുക്ക്. ഇവൻ്റെ മുട്ടയാണെന്നാണ് എനിക്ക് തോന്നുന്നത്, നമ്മുടെ ടിങ്കിളിൻ്റെ. ഇവരെല്ലാവരും കൂടെ നല്ല മുട്ടേനിങ്ങനെ കവർ ചെയ്ത് വെച്ചിരിക്കണ്. ഫൈറ്റ് ചെയ്യാതെ എടുക്കാൻ പറ്റൂലെന്നാണ് എനിക്ക് തോന്നുന്നത്. ആരും കാണാതെ എടുക്കാനെന്ന് വെച്ചാൽ എല്ലാവരും വളഞ്ഞിരിക്കുകയാണ് മുട്ടേനെ. എന്ത് വന്നാലും ആ മുട്ട എനിക്ക് വേണം ഗൈസ്. സൈഡ് ഇപ്പോൾ പേടിയാവണ്ടേ. ഇവന്മാർ ഒരുത്തം കണ്ട പിന്നെ എല്ലാണ്ണും കണ്ടടിക്കാൻ. നോക്കണ്ട ഇവന്മാരൊക്കെ. ഓടാ എൻ്റെ പാലിറക്കി വിടറാ എൻ്റെ മോനെ. എന്തോന്നാടാ അത്? ആ എഗ്ഗ് മിസ്സായി ഗൈസ്. പ്ലീസ് എഗ് ദാ ഇവന്മാരെ ഓട്ടിച്ചോണ്ട് വേറെ ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടുപോകാന്ന് തോന്നുന്നു. ഇവിടുത്തെ അവിടെ ഇരിക്കാൻ തുടങ്ങി. അടുത്ത് പോയാൽ അത് സീനാണ്. വേണ്ട വരല്ലേവിടെ കാല് പിടിക്കാടാ അമ്മ. പോടാ, ഞാൻ എടുക്കണില്ലേ. നമുക്ക് അത് വേറെ എപ്പിസോഡിൽ പോയി എടുക്കാം. ആ മുട്ട വിരിയാതിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്കിനി മിയാവിനെ തപ്പി വീണ്ടും പോവാം. ഓക്കെ, ഇവിടെ ഒരു മിയാവിനെ നമുക്ക് കിട്ടി. ഓക്കെ, നമ്മൾ പിടിച്ചിട്ടുണ്ട്. ഓക്കെ, കിട്ടിയിട്ടുണ്ട്. നമുക്കിനി കുറച്ച് മിയാവിനെയും കൂടെ മതി. ഇവിടെ ആരാണ് നിൽക്കണം?
ഇവിടെ ടിങ്കിളാണ് ഈ നിൽക്കണം. ഇത് നമ്മൾ മറ്റേ ഫയറാണ്. ഇവിടെ മറ്റേ ഫയറാണ് ഈസ്. ഓക്കെ, ഇവനായിട്ടാണ്. അയ്യോ, മറ്റേ ഫയറാണ് ഈസ്. വേണ്ട എന്തോ നീറ. എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടവന്മാരെന്ന്. ഓക്കെ, നമുക്കിനി തിരിച്ച് ബേസിലോട്ട് പോവാം. എന്നാൽ ഇവിടെ ഒരു ടിങ്കിളുണ്ട് ഈ അവൻ്റെ കൂടെ മറ്റേ അല്ല മിയാവിനുണ്ട്. വാ എന്നൊക്കെ ഫോളോ ചെയ്യിപ്പിച്ചോണ്ട് ഇവിടെ വന്നെത്തുമല്ലോ. ഓക്കെ, ഓ ഫൈറ്റ്. ഞാൻ വരെ ടിങ്കിൾമാർ ഓടി വന്നു. ഓക്കെ, ഇവിടെ ഫയറാണ്. ഗൈസ്, നമുക്ക് തിരിച്ച് ബേസിലോട്ട് പോവാം. ഇവനേതാണ്? ഇവനാണോ? മിയാവിനാണ്. നമ്മളിവിടെ ആമിഡീൻസ് ഫുള്ളും തീർന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അവിടെ പോയിട്ട് ആമിഡീൻസ് ഉണ്ടാക്കാം. പറ്റൂലെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാം കൂടെ ഒന്ന് തുടങ്ങി. റാങ്കപ്പ് ചെയ്യാൻ എത്രയും കൂടെ വേണം. യെസ്, നമ്മൾ മിയാവിനാണ് സെലക്ട്. യെസ്, ഇവന്മാരെല്ലാത്തിനും അങ്ങ് റാങ്കപ്പ് ചെയ്യാം. ഓക്കെ, ഫ്യൂസ്. ഓക്കെ, നമ്മൾ ഇനി 4 മിയാവിനെയും കൂടെ വേണം. ഇവൻ്റെ ലെവലൊക്കെ ഇപ്പം കൂടിയിട്ടുണ്ട്. യെസ്, ഇവൻ്റെ ലെവലൊക്കെ കൂടി. നമുക്ക് ഫുഡില്ല. നമുക്ക് ഫീഡർ. ഫീഡറിൽ ആരുമില്ല. എല്ലാവരും കിടന്ന് ഉറങ്ങുകയാണ്. ഫസ്റ്റ് തന്നെ നമ്മളെ ലിവന്മാർക്കൊക്കെ ഇവനൊക്കെ വിശപ്പുണ്ട്. നമുക്ക് ഫസ്റ്റ് ലിവന്മാർക്ക് ഫുഡ് കൊടുക്കാം. ഓക്കെ, നമുക്കിനി അതിനകത്തോട് ഇടാം. ഓക്കെ, അടുത്ത് വേറെ ആമിഡീൻസ് ഉണ്ടാക്കണമല്ലേ. ഗൈസ്, നമ്മളതിന് മറ്റേ ഇതില്ല. നെക്സസ് സീഡില്ലേ. പക്ഷെ അതൊക്കെ നമ്മൾ പോണ വഴിയിലെല്ലാം ഉണ്ട്. പക്ഷെ അത് എടുക്കാൻ പറ്റില്ല. അതിൻ്റെ ചുറ്റിൽ ഫുള്ളും ടിങ്കിളും എല്ലാവരും കൂടെ കവർ ചെയ്തിരിക്കുകയാണ്. എന്നാലും നമുക്ക് ആ മുട്ട എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ എന്തായാലും നമുക്ക് ആ മുട്ട അടുത്ത എപ്പിസോഡിൽ എടുക്കാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.